നമസ്കാരം. നേപ്പാളിന്റെ അടുത്ത പ്രധാനമന്ത്രി ആരെന്ന ചർച്ച നടക്കുന്നതിനിടെ ജിൻസി പ്രക്ഷോഭകർ ഇടക്കാല നേതാവിനെ തെരഞ്ഞെടുക്കാൻ ഓൺലൈൻ വോട്ടിംഗ് തുടങ്ങി. മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർഗെയെയാണ് ജൻസികളിൽ ഭൂരിപക്ഷവും പിന്തുണയ്ക്കുന്നത്. 5000-ലേറെ യുവാക്കൾ ഓൺലൈനായി നടത്തിയ സംവാദത്തിലാണ് സുശീല കാർഗെയുടെ പേര് ഉയർന്നു വന്നത്. ഉന്നത പദവിയിലേക്ക് നിരവധി പേരുകൾ ആലോചിച്ചെങ്കിലും ഒടുവിൽ മുൻ ചീഫ് ജസ്റ്റിസിന് നറുക്ക് വീണെന്നാണ് സൂചന. കാഠ്മണ്ഡു മേയറും മുൻ റാപ്പറുമായ ബാലൻ ഷാ നേതാവാകുമെന്ന വാർത്തകൾ വന്നിരുന്നെങ്കിലും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ പലവട്ടം ശ്രമിച്ചിട്ടും മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് ചർച്ചകൾ മറ്റു പേരുകളിലേക്ക് മാറിയതെന്ന് ഒരു യുവജന പ്രതിനിധി പറഞ്ഞു. നേരത്തെ യുവാക്കൾ കാർഗെയെ സമീപിച്ച് തങ്ങളുടെ താൽപ്പര്യം മുന്നോട്ട് വച്ചിരുന്നു. തനിക്ക് പിന്തുണയായി 1000 പേരുടെ ഒപ്പുകളാണ് അവർ ആവശ്യപ്പെട്ടത്. നിലവിൽ കാർഗെയ്ക്ക് അനുകൂലമായി 2500-ലേറെ പേർ ഒപ്പിട്ടിട്ടുണ്ട്. കാർഗെയുടെ പേരാണ് മുൻപന്തിയിൽ വന്നതെങ്കിലും മറ്റ് പ്രമുഖരുടെ പേരുകളും നിർദ്ദേശിക്കപ്പെട്ടു. നേപ്പാൾ വൈദ്യുതി അതോറിറ്റി മേധാവി കുൽമാൻ ഗീഷിംഗ്, യുവ നേതാവ് സാഗർ ദാക്കൽ, ധരൺ മേയർ ഹർഗ സാംബാങ് എന്നിവരെയും ഓൺലൈൻ യോഗത്തിൽ പരിഗണിച്ചു. യൂട്യൂബറായ റാൻഡം നേപ്പാളിയെയും ധാരാളം പേർ പിന്തുണച്ചു. എന്നാൽ മറ്റ് നേതാക്കളാരും തയ്യാറാകാത്ത പക്ഷം താൻ രംഗത്ത് വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓൺലൈൻ വോട്ടിംഗ് പൂർത്തിയാകാൻ 23 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. ഇതുവരെയുള്ള വോട്ട് കണക്കുകൾ പ്രകാരം മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർഗെയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട്. നേപ്പാളിന്റെ ചരിത്രത്തിൽ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് എന്ന വിശിഷ്ട സ്ഥാനം നേടിയ വ്യക്തിയാണ് 72-കാരിയായ സുശീല കാർഗെ. 2016-ൽ അന്നത്തെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ കൗൺസിലിന്റെ ശുപാർശ പ്രകാരം അന്നത്തെ രാഷ്ട്രപതി ബിദ്യാദേവി ഭണ്ഡാരിയാണ് അവരെ നിയമിച്ചത്. ജുഡീഷ്യറിയിൽ പ്രവേശിക്കും മുമ്പ് അധ്യാപികയായിരുന്നു. അഴിമതിരഹിതയായ, കഴിവുറ്റ, ധീരയായ ന്യായാധിപ എന്ന പേരെടുക്കുകയും ചെയ്തു. 2006-ലെ ഭരണഘടനാ കരട് നിർമ്മാണ സമിതിയുടെ ഭാഗമായിരുന്നു. 2009-ൽ താൽക്കാലിക സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കപ്പെട്ട സുശീല അടുത്ത വർഷം സ്ഥിരമായി. 2016-ൽ കുറച്ചുകാലം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശേഷമാണ് സ്ഥിര നിയമനം കിട്ടിയത്. അതേസമയം പ്രതിഷേധം കത്തിപ്പടരുന്നതിനിടെ അതിർത്തിയിൽ ഇന്ത്യയും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന 7 ജില്ലകളിൽ അതീവ ജാഗ്രത പാലിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യ നേപ്പാൾ അതിർത്തി അടച്ചില്ലെങ്കിലും ജാഗ്രത ശക്തമാണ്. ബൽറാംപൂർ, ബഹ്റൈച്ച്, പിലിഭിത്ത്, ലഖിംപൂർഖേരി, സിദ്ധാർനഗർ, മഹാരാജ്ഗഞ്ച് എന്നിവിടങ്ങളിൽ 24 മണിക്കൂറും നിരീക്ഷണം, പെട്രോളിംഗ് ശക്തമാക്കൽ, അധിക പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കൽ എന്നിവയ്ക്ക് DGP ഉത്തരവിട്ടു. UP, ബീഹാർ അടക്കം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേപ്പാളിലെ സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഇന്ത്യയുമായി 1000-ലധികം മൈൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് നേപ്പാൾ. നേപ്പാളുമായി വളരെ അടുത്ത ബന്ധവും ഇന്ത്യക്കുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിയന്ത്രണങ്ങൾ കുറഞ്ഞ് തുറന്ന അതിർത്തിയാണെന്നതിനാൽ നേപ്പാളിലെ കലാപം ഇന്ത്യയും ബാധിച്ചേക്കും. ഉത്തരാഖണ്ഡ്, UP, ബീഹാർ സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങൾ അതീവ ജാഗ്രത പുലർത്തുകയാണ്. ബീഹാറിലെ റെക്സോളിന് നേപ്പാളിലെ ബിർഗുഞ്ചുമായി ബന്ധിപ്പിക്കുന്ന മൈത്രി പാലം വിജനമാണ്. ഇവിടെ കൂടുതൽ സുരക്ഷാ വിന്യാസം നടത്തിയിട്ടുണ്ട്. യാത്രക്കാരെ പരിശോധനയ്ക്ക് ശേഷമാണ് കടത്തിവിടുന്നത്. പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലെ പനിടാങ്കിയിൽ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. UPയിൽ സുരക്ഷ വിലയിരുത്താൻ ഉന്നതതല യോഗം ചേർന്നു. ലഖിംപൂർഖേരിയിൽ പോലീസ് പരിശോധന തുടരുകയാണ്. ഇന്ത്യൻ പൗരന്മാർ നിലവിലുള്ള സ്ഥലത്ത് തന്നെ തുടരണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. കാഠ്മണ്ഡുവിൽ അകപ്പെട്ട 40 മലയാളികളെ തിരിച്ചെത്തിക്കാൻ ശ്രമം തുടങ്ങിയെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും വ്യക്തമാക്കിയിരുന്നു.